പാലക്കാട് പ്രസ് ക്ലബിൽ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം, വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഞാൻ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. നമുക്ക് ഇത്തരം തിരഞ്ഞെടുപ്പുകൾ വളരെ ഗുണനിലവാരമുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ് നല്ല സംവാദങ്ങൾ, നല്ല ചർച്ചകൾ. ഡിബേറ്റും ഡിസ്കോഴ്സും ജനാധിപത്യത്തിന് ഏറ്റവും ബലം ഉണ്ടാക്കും. മാത്രമല്ല, അതിനൊരു ഗുണപരമായ ഒരു പരിണത ഫലം കൂടി എല്ലാ സംവാദങ്ങൾക്കും ഉണ്ടാകും. അതിൻ്റെ ബെനഫിഷ്യറീസ്, ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. സംവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അന്തിമമായി അതിൻ്റെ ഗുണഫലം അനുഭവിക്കേണ്ടത് ഗുണഭോക്താക്കളാകേണ്ടത് സാധാരണക്കാരാണ്. ഞങ്ങൾ തീർച്ചയായും കേരളത്തിൽ 9.5 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർക്കെതിരായിട്ടുള്ളൊരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ അവരെ വിചാരണ ചെയ്യാൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുമ്പോൾ സംശയമില്ല. കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ കാര്യങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി അതിനു വേണ്ടിയിട്ടുള്ളൊരു വിചാരണ, സർക്കാരിൻ്റെ വിചാരണ ജനങ്ങൾ ചെയ്യുന്ന ഒരു അവസരമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വിശദമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിക്കും. അതേ അവസരത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തോട് ഒരു ചോദ്യം ഉണ്ടാവും. സ്വാഭാവികമായി നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പദ്ധതികളുണ്ട്, ബദൽ പരിപാടികൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയത് അവിടെയെല്ലാം അതിന് ബദലായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഞങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ ഒരു മുഖ്യമായ ആരോപണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവർ തകർത്തു. അടുത്ത വർഷം ഇവർ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 6 ലക്ഷം കോടിയിൽ അധികം വരുന്ന വലിയ ബാധ്യതയിലേക്ക് ഈ സംസ്ഥാനത്തെ തള്ളിവിട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് താഴേക്ക് പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ സാമ്പത്തികമായി നമ്മുടെ കേരളത്തിൻ്റെ ഭരണ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇതുപോലെ തകർന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം വരും, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ഈ തകർന്നിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള കൃത്യമായ പദ്ധതികളാണ്. ഞങ്ങൾ വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗവേഷണ തുല്യമായ പഠനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇപ്പം ഞങ്ങൾ പറഞ്ഞു, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചു. മരുന്നില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊരു UDF ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷം ഹെൽത്ത് കമ്മീഷനെ രൂപീകരിച്ചു. ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ 300ഓളം ഡോക്ടർമാർ ഫലപ്രദമായ ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ്. ജനുവരി ആകുമ്പോൾ നമ്മളത് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ ബ്രെയിൻ ഡ്രെയിനാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് പോവുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക്. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള അക്കാഡമിഷ്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻ്റ് കേരളത്തിലെ സർവകലാശാല ആസ്ഥാനങ്ങളിലെല്ലാം ആ ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് വെച്ച് ചർച്ചയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ഞങ്ങൾ ജനുവരിയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയിൽ, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, തീരദേശത്തെ വിഷയങ്ങളിൽ, SC STയുമായി ബന്ധപ്പെട്ടവരുടെ അലോക്കേഷൻ കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യും. ഈ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടു ഞങ്ങളിത് ഉണ്ടായതിനു ശേഷം ഈ സംസ്ഥാനത്തിനുണ്ടായ കോട്ടങ്ങളെയും നേട്ടങ്ങളെയും ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തെ, ആ സംവിധാനത്തെ, ലോക്കൽ ബോഡികളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. വലിയ പഠനത്തിന് ശേഷം നടത്താൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കേരളത്തിനെ 0 വേസ്റ്റാക്കി മാറ്റുമെന്നാണ്. നമുക്കൊരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനമാണ് കേരളം. 0 വേസ്റ്റാക്കി മാറ്റിയാൽ അതിൻ്റെ പരിണത ഫലം കേരളത്തിൻ്റെ ഇക്കോണമിയിൽ വരെ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വരെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു.
അതുപോലെ 3.5 ലക്ഷം പേരെയാണ് കേരളത്തിൽ പട്ടിയടിച്ചിട്ടുള്ളത്. 2016 4 കോടി രൂപയുടെ വാക്സിൻ മേടിച്ച സ്ഥലത്ത് 2023 മേടിച്ചിരിക്കുന്ന 24 കോടി രൂപയുടെ വാക്സിനാണ്. 3.5 ലക്ഷം പേരെ പട്ടിയടിച്ചു. ഈ ഒരു മെസ്സേജ് പുറത്തോട്ട് പോയല്ലോ, കേരളത്തിലേക്ക് ആരെങ്കിലും വരുമോ? അപ്പോൾ പൂർണ്ണമായി തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പാക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആദ്യമായിട്ടൊരു ദാരിദ്ര്യമുക്ത പരിപാടി തുടങ്ങിയത്, ആശ്രയ പദ്ധതി. ഇന്നത്തെ സാഹചര്യത്തിന് അനുഗുണമായി അതിന് കറസ്പോണ്ടിങ് ആയി ആ പദ്ധതിയെ നവീകരിച്ച് ആശ്രയ 2 ഞങ്ങൾ നടപ്പാക്കും. അതുപോലെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ ലോക്കൽ ബോഡിക്ക് കീഴിലും ഓരോ സാധ്യതകളാണല്ലോ. ചില സ്ഥലത്ത് അനന്തമായ ടൂറിസം സാധ്യതകളുണ്ട്. ചില സ്ഥലത്ത് കാർഷിക മേഖലയിൽ അവരുടെ ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാം. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാം. അങ്ങനെയുള്ള ഓരോ ലോക്കൽ ബോഡിയുടെയും വ്യത്യസ്തതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അവിടുത്തെ മുൻഗണനകളെ അടിസ്ഥാനമാക്കി അവിടെ കൂടുതൽ നിക്ഷേപം ഉണ്ടാകാൻ ലോക്കൽ ബോഡി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുപോലെ കുടുംബശ്രീ പൂർണ്ണമായ ഒരു നവീകരണത്തിന് വിധേയമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടുംബശ്രീയുടെ അടുത്ത ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം, കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായി ഒരു പുരുഷനെയും ആശ്രയിക്കാതെ സ്ത്രീകൾക്ക് സാമ്പത്തികമായ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി കുടുംബശ്രീയെ നവീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും കുറെ കൂടി പൂർണ്ണമായി 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ കുറെ കൂടെ ഭംഗിയായിട്ട് പരിഷ്കരിക്കും. ഏറ്റവും പ്രധാനമായ, ചുരുക്കി പറയാണ്, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ കുറെ കൂടെ ശാസ്ത്രീയമായ ഒരു സമീപനം ഉണ്ടാവും. പദ്ധതികൾ നടപ്പാക്കി കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. പദ്ധതി നിർവഹണം, അതാണ് വലിയ വെല്ലുവിളി. കേരളം മുഴുവൻ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതിന് മുൻപായി പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത് ലീഗലൈസ് ചെയ്യും. അക്കൗണ്ടബിലിറ്റി. 1 കൊല്ലം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതി 365 ദിവസം നടപ്പായില്ലെങ്കിൽ 366ാമത്തെ ദിവസം അതിന് ഉത്തരവാദികളായ ആളുകൾ ഉത്തരം പറയേണ്ട, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ട, അതിനെ നിയമവൽക്കരിക്കും. അങ്ങനെയുള്ള കുറേ പദ്ധതികളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലൊക്കെയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ലോക്കൽ ബോഡികളെയും ഗവൺമെൻറ്റുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി സ്വാതന്ത്ര്യം പ്രാദേശിക സർക്കാരുകൾക്ക് നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്ത് സർക്കാരിൻ്റെ തെറ്റുകൾക്കെതിരായ അതിശക്തമായ ആക്രമണം, മറുവശത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ബദൽ പദ്ധതികൾ. ഈ 2 രീതിയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച കുറ്റപത്രം സമർപ്പിച്ചു. ഇന്നലെ ഞങ്ങൾ മാനിഫെസ്റ്റോയും ഞങ്ങൾ കൊണ്ടുവന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ യുഡിഎഫിന്റെ ഒരു സാധ്യത ഇപ്പോഴും ഒരു വിലയിരുത്തലൊക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ചും പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയെല്ലാം കഴിഞ്ഞു, ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഒരു വിലയിരുത്തലൊക്കെയാണ്. ഞങ്ങൾ ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടാവും. കാരണം കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയമുണ്ടായി. ലോക്കൽ ബോഡിയിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് എഡ്ജുണ്ടായി, ഞങ്ങൾക്കായിരുന്നു മുൻതൂക്കം. പിന്നെ ഞങ്ങൾ നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം മുമ്പേ സംസ്ഥാനത്തെ മുഴുവൻ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഞങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി എല്ലാ വീടുകളിലും. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ഭംഗിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞങ്ങളുടെ ഫീഡ്ബാക്ക് അതാണ്. അപ്പം അതുകൂടി ചേരുമ്പോൾ ഞങ്ങളുടെ തയ്യാറെടുപ്പുകളും ജനങ്ങൾക്കുള്ള പ്രതീക്ഷകളും എല്ലാം വെച്ച് ചേരുമ്പോൾ നല്ല വിജയം, തിളക്കമാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു. പാലക്കാട് ജില്ലയിൽ പൊതുവെ UDF പക്ഷത്തെ അപേക്ഷിച്ച് LDF പക്ഷത്തുള്ള കൂടുതലാണ്. CK ശശിയെ പോലെയുള്ള ആളുകൾ CPM-നെതിരെ മത്സരിക്കുന്നത്.
ഇപ്പൊ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് PK ശശിയെ പോലെ കൊഴിഞ്ഞാമ്പാറയിലെ വിമതരെ പോലെയുള്ള ആളുകളെ കൂടെ ചേർത്ത് UDF-ന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും? ഞാൻ വ്യക്തികളെ കുറിച്ചോ പാർട്ടികളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി UDF-ന്റെ അടിത്തറ വിപുലീകരിക്കും. അത് പാലക്കാട് ജില്ലയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. പാലക്കാട് ഇടതുപക്ഷ മുന്നണിയിൽ പ്രധാനപ്പെട്ട കക്ഷികളായ CPM-ലും CPI-ലും വലിയ അന്തഛിദ്രമാണ്, ഭയങ്കര പോരാട്ടം അല്ലേ നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം ഉണ്ടാകും, ഒരു പരിണത ഫലമുണ്ടാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഗൗരവതരമായ, ഞാൻ വ്യക്തികളിലെയോ പാർട്ടികളിലെയോ ഒന്നും പറയുന്നില്ല, ഗൗരവതരമായ രീതിയിലുള്ളൊരു മാറ്റം സംസ്ഥാനത്തുടനീളം UDF-ന്റെ അതിശക്തമായ അടിത്തറ വിപുലപ്പെടുത്തുന്ന തീരുമാനങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായി പാലക്കാടും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളുണ്ടാകും. ഇപ്പൊ തന്നെ പട്ടാമ്പിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നിരുന്നൊരു വലിയ ടീം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. CPI-യുമായും CPM-ഉമായും പിണങ്ങി നിൽക്കുന്ന വലിയൊരു വിഭാഗം പല സ്ഥലത്തും പ്രാദേശികമായി ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞങ്ങൾ ജില്ലാ UDF കമ്മിറ്റിക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അത് തുടരും. അല്ല, UDF അങ്ങനെ ജനശ്രീ എന്ന് പറയുന്നില്ല. KPCC-യുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരു സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു. അതും കുടുംബശ്രീയുടെ യാതൊരു ബന്ധമില്ല. ഇത്തവണ KSC ഉൾപ്പെടെയുള്ള അങ്ങനെ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വിഷന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് സീറ്റുകൾ കൊടുക്കണമെന്നാണ്. സ്ത്രീകൾക്കും ഇവിടെ പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 50% സംവരണമുണ്ട്. പല സ്ഥലത്തും 60% ആ സംവരണം UDF-ന്റെ പല സ്ഥലങ്ങളിലും കൂടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.